ബ്യൂറോ മാനന്തവാടി. അധ്യാപക സമരത്തെ തുടർന്ന് 3 ദിവസമായി അടഞ്ഞുകിടക്കുകയാണ് സംസ്ഥാനത്തെ മൂന്നാമത്തെ മികച്ച വിദ്യാലയമായി തിരഞ്ഞെടുക്കപ്പെട്ട തേറ്റമല ഗവൺമെന്റ് UP സ്കൂൾ. 465 വിദ്യാർത്ഥികൾ പഠനം നടത്തുന്ന സ്കൂളിലെ 14 സ്ഥിരം അധ്യാപകരും സമരത്തിലാണ്. ജില്ലയിലെ മികച്ച UP സ്കൂളും സംസ്ഥാനത്തെ തന്നെ മികച്ച മൂന്നാമത്തെ UP സ്കൂളുമായി തിരഞ്ഞെടുക്കപ്പെട്ട തേറ്റമല ഗവൺമെന്റ് UP സ്കൂളാണ് കഴിഞ്ഞ 3 ദിവസങ്ങളിലായി അടഞ്ഞു തന്നെ കിടക്കുന്നത്. പങ്കാളിത്ത പെൻഷനെതിരെ ഇടതുപക്ഷ സംസ്ഥാന ജീവനക്കാരും അധ്യാപകരും നടത്തുന്ന പണിമുടക്കിനെ തുടർന്നാണ് സ്കൂൾ അടച്ചിട്ടിരിക്കുന്നത്. 465 വിദ്യാർത്ഥികൾ പഠനം നടത്തുന്ന വിദ്യാലയത്തിൽ ഭൂരിഭാഗം കുട്ടികളും 3 ദിവസങ്ങളിലും ക്ലാസ് ഉണ്ടെന്ന് പ്രതീക്ഷിച്ചു വന്ന് തിരിച്ചു പോയതായാണ് അറിവ്. പാഠ്യേതര വിഷയങ്ങളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച വിദ്യാലയത്തിന്റെ പ്രവർത്തനം മുടങ്ങിയതിൽ രക്ഷിതാക്കൾക്കിടയിൽ വ്യാപക പ്രതിഷേധമാണ് ഉളവാക്കിയിരിക്കുന്നത്. അധ്യാപകരുടെ സമരം മൂലം നമ്മുടെ സ്കൂളിൽ ഏതാണ്ട് 14 സ്ഥിര അധ്യാപകരും അതുപോലെ തന്നെ ഒരു ഡെയിലി വേജസ് അധ്യാപകനുള്ളത്. ഒരു ഡെയിലി വേജസ് അധ്യാപകൻ മാത്രമാണ് സ്കൂൾ വന്നിരിക്കുന്നത്. 14 അധ്യാപകന്മാർ സമരം ചെയ്യുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ മാസം തന്നെ കലോത്സവവുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 1 മാസത്തോളം അതുമായി ബന്ധപ്പെട്ട് മുഴുവൻ അധ്യാപകരും അതുമായി തിരക്കിലായിരുന്നു. പക്ഷേ ഏതാണ്ട് അടുത്ത മാസം കഴിഞ്ഞാൽ ഫെബ്രുവരി കഴിഞ്ഞാൽ മാർച്ചിൽ പരീക്ഷയാണ്. അപ്പോൾ ഇങ്ങനെ അനിശ്ചിതകാല സമരം നടന്നു കഴിഞ്ഞാൽ സ്കൂൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാവി തയ്യാറാവുന്ന മാത്രമല്ല, എല്ലാ സ്കൂളിൽ നിന്നും കുട്ടികൾ കൊഴിഞ്ഞു പോകുമ്പോൾ നമ്മുടെ സ്കൂൾ എല്ലാ ദിവസവും എല്ലാ വർഷവും 10, 25, 30 കുട്ടികൾ വർദ്ധിച്ചു വരികയാണ്. ഇങ്ങനെ സമരവുമായി അധ്യാപകർ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ സ്കൂളിന്റെ അവസ്ഥ മറ്റു സ്കൂളുകൾ ആവുകയും. തൊണ്ടനാട് വെള്ളമുണ്ട പഞ്ചായത്തുകളിലെ തോട്ടം മേഖലയിൽപ്പെട്ടതും സാധാരണക്കാരുടെയും മക്കളാണ് ഇവിടെ പഠനം നടത്തുന്നത്. 14 സ്ഥിരം അധ്യാപകരും സമരത്തിലാണ്. ഒരു താൽക്കാലിക അധ്യാപകൻ മാത്രമാണ് ഇവിടെ ഡ്യൂട്ടിക്കെത്തുന്നത്. വയനാട് ന്യൂസ്, വെള്ളമുണ്ട.